മാഷെ, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. എല്ലാവരും, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടു കാണും. സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു ഫംഗ്ഷനിൽ നിൽക്കുന്ന വീഡിയോസ്, കടകംപള്ളിയുമായി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒരു ചോദ്യം, ശബരിമലയിലെ വെറും ഒരു പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രനെ നമുക്ക് മാറ്റി നിർത്താം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഒരു ജൂവലറിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് പോയതെന്നാണ് ഇന്നലെയൊക്കെ വന്ന ന്യൂസുകളിൽ കാണാൻ സാധിച്ചത്. ഭീമ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് പോയതായിട്ട്. സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ എത്തി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്തിനാണ് സോണിയാഗാന്ധി, എൻ്റെ അറിവിൽ ഹിന്ദു വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരാളല്ല. അവർ ഹിന്ദു ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടും കണ്ടിട്ടില്ല. അവർ അമ്പലങ്ങളിൽ പോകുന്നതും കണ്ടില്ല. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പോലും, അത് ചിലപ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും, എങ്കിൽ പോലും അവിടെ പോലും പോവാത്ത ഒരാളുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരാൾ, പരികർമ്മിയായ ഒരാൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത്. രമേശ് ചെന്നിത്തല ഒരു ചെറിയ തീ കൊളുത്തി. ആ തീ ഇപ്പോ CPM അങ്ങ് ആളി കത്തിക്കുകയാണ്. അതായത് മൊത്തം ഇപ്പൊ കുറ്റം കോൺഗ്രസിന്റെ തലയ്ക്ക് കൊണ്ടിട്ടിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ഇതിനിടയ്ക്കാണ് ഒരു ഡി മണി വരുന്നത്. മണി വെറും ഒരു മണിയാണ്. ആ മണിയല്ല ഈ മണിയല്ല ആ മണി എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മൊത്തത്തിൽ ഈ ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മൊത്തത്തിൽ മാറ്റാനായിട്ട് ഈ ഡി മണിയുടെ ബാക്കിലേക്ക് പോകാനും ഈ സോണിയാഗാന്ധിയുടെ പിന്നാലെ പോകാനും ഒക്കെയാണ് ഈ ഗിമിക്കുകളൊക്കെ ഇറക്കി വിടുന്നത്. ഇതിപ്പോൾ പല തലത്തിലേക്ക് ഈ കേസ് പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധാനത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യാപ്തിയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ തരത്തിലുള്ള മൂല്യത്തിലേക്ക് ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ 500 കോടി എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഏറ്റവും ഒടുവിലത്തെ പ്രവണത ഇന്ന് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ നേതാക്കളുടെ കൂടെ ഇത്തരക്കാരുടെ പടം വരും. അതിപ്പോൾ ഞാൻ എല്ലാവരെയും, ഇപ്പം നാളെ ഇവർ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ കൂടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് വാങ്ങിപ്പോയി നിന്നിട്ട് ഒരു പടം എടുപ്പിച്ചിട്ട് അത് ഉപയോഗിച്ചുകൂടാന്നില്ല. അത് സോണിയാഗാന്ധിയുടെ പേരിലും പ്രയോഗിച്ചു എന്ന് വരാം. ഇപ്പോൾ പിണറായി വിജയനെതിരായി നമുക്ക് ധാരാളം വിമർശനങ്ങളും വിയോജിപ്പൊക്കെ പറയാം. പക്ഷെ ഭീമ ജ്വല്ലറിക്കാരൻ വിളിച്ചാൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയനല്ല ഏത് മുഖ്യമന്ത്രിയും പോകും. കാരണം അദ്ദേഹം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹം കൊടുക്കുന്ന ഒരു എന്താണ് പറയുക, ആംബുലൻസിന്റെ ഉദ്ഘാടനത്തിനാണ് അദ്ദേഹം പോയത്. അതിനൊരു മുഖ്യമന്ത്രി പോകണോ? അത് ഇപ്പൊ നാട്ടിൻപുറത്ത് എത്ര ആംബുലൻസുകൾ ഓരോ ദിവസവും ഇറങ്ങുന്നുണ്ട്. അതിനൊക്കെ മുഖ്യമന്ത്രി പോകണമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ ആംബുലൻസ് ഒരു സാധാരണ ആംബുലൻസ് അല്ല, അത് ഭീമ മുതലാളിയുടെ ആംബുലൻസ് ആണ്. നമ്മൾ ഓർക്കുക, മുതലാളിമാരെ വിളിച്ചാൽ സ്വാഭാവികമായിട്ടും പിണറായിയെ പോലെ ഒരു മുഖ്യമന്ത്രി നിർബന്ധമായിട്ടും പോകും. ഏത് മുഖ്യമന്ത്രിക്കും പോകേണ്ടി വരും. വലിയ വ്യവസായികളെ എപ്പോഴും നമുക്ക് ആവശ്യം ഉണ്ടാവും. അപ്പൊ അതായിരിക്കും പോയിട്ടുണ്ടാവും. ആ പോയ സമയത്ത് പോറ്റി കയറി നിന്നിട്ടുണ്ട്. ഈ ഭീമ മുതലാളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാവാം. അത്തരം ബന്ധങ്ങളാണ്. ഒന്നാമത് അദ്ദേഹം ജ്വല്ലറി മുതലാളിയാണ്. പോറ്റിയുടെ ഇടപാടൊക്കെ സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നേർക്കുനേരെ ആയാലും മോഷ്ടിച്ചതായാലും സ്വർണവുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ഇപ്പൊ പുറത്തു വന്നല്ലോ. ഭീമ മുതലാളിയുടെ മാത്രമല്ല, ഇപ്പൊ എനിക്ക് ഭീമ മുതലാളിയുടെ നമുക്ക് പേര് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് തെളിവുകളൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. ഞാൻ അദ്ദേഹത്തെ അപമാനിക്കാതെ, അദ്ദേഹം നമ്മുടെ കയ്യിലൊന്നും തെളിവൊന്നും ഇല്ലാതെ ഒരു പൊതു പ്രസ്താവന ഞാൻ പറയാം. കേരളത്തിലെ എല്ലാ ജ്വല്ലറി മുതലാളിമാരുടെയും സ്വർണം യഥാർത്ഥ സ്വർണ്ണമല്ല എന്നും നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ പിടിക്കുന്ന പ്രധാനപ്പെട്ട കള്ളസ്വർണം മുഴുവൻ ഇവർക്കൊക്കെ വേണ്ടി വരുന്നതാണ് എന്നും അവരാണ് അവരെയൊക്കെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോകുന്നതെന്നും ഈ സ്വർണം ചെറിയ ടാക്സ് ഒക്കെ അടച്ചിട്ട് വാങ്ങിക്കൊണ്ടു പോകുന്നതെന്നൊക്കെ ധാരാളം വാർത്തകളുണ്ട്. ഭീമ മുതലാളിക്ക് അതിൽ പങ്കുണ്ടോ ഇല്ലേ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത്തരം സംഗതികളുണ്ട്. അതുകൊണ്ട് ഈ ജ്വല്ലറി ഉടമകളുടെ ഇടപാട് തന്നെ ഈ കള്ളസ്വർണം വെളുപ്പിക്കലാണ് എന്നൊരു ഇടപാടുണ്ട്. അപ്പൊ ഭീമ ജ്വല്ലറിക്ക് എന്താണ് ബന്ധം നമുക്ക് അറിഞ്ഞൂടെ. പോറ്റിയുമായി ബന്ധമുണ്ടല്ലോ. അതാണ് ഇത്ര ഷെയ്ഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇത്രയേറെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ ആള്, ഏറ്റവും ചുരുങ്ങിയത് സ്വർണ്ണമെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയ ആള്, അദ്ദേഹത്തിന് ഭീമ ജ്വല്ലറിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ അന്വേഷണത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമല്ലോ. പിന്നെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ചിത്രത്തിൽ വരിക എന്ന് പറയുന്നത് മുഴുവൻ അവരെ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. പിണറായി വിജയനോട് ഞാൻ പറഞ്ഞു വന്നതാണ്, അദ്ദേഹത്തോട് വിയോജിപ്പ് വിമർശനമൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പരിപാടിക്ക് പോയപ്പോൾ ഈ പോറ്റിയുമായി എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടാണ് പോറ്റി ആ ഇടയിൽ നിന്നത് പടം എടുത്തതെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. സോണിയാഗാന്ധിയുടെ കേസിലും അവർക്കൊരു പടം ആവശ്യമുണ്ടാവും. UPA ഗവൺമെന്റ് ഇപ്പോഴല്ല, UPA ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് സോണിയാഗാന്ധിയോട് അടുപ്പമുള്ള ഒരാളാണ് എന്നൊരു പടം മതിയാവും അവർക്ക്. ചില ഇടപാടുകൾക്ക് അത് ആവശ്യമുണ്ടാവും. ബിസിനസ്സുകാരുടെ ഒരു തന്ത്രമാണത്. ബിസിനസ്സുകാർ പോകുന്ന കാറ് പോലും ശ്രദ്ധിക്കുമല്ലോ. നമുക്കൊരു ചെറിയ കാറ് മതി എന്ന് വെച്ചാൽ ചില ഡീലിന് പോകുമ്പോൾ അവർ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കാറ് വാടകയ്ക്കെങ്കിലും എടുത്തിട്ടാണ് പോവുക. കാരണം അവൻ വന്ന കാറ് ഒരു പ്രധാന ഘടകമാണ്.
അപ്പൊ അതൊക്കെ മാർക്കറ്റിങ്ങിന്റെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഈ പ്രത്യേകിച്ച് ഈ അധോലോകത്തിന്റെ. അപ്പൊ അങ്ങനെ പെട്ടതും ആവാം. രാഷ്ട്രീയക്കാരിൽ ആരൊക്കെയും പങ്കുവഹിച്ചു. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സംഭവം എന്താ? ഇന്നലെ പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഈ ചോദ്യം വന്നു, അങ്ങയുടെ കൂടെ പടം കാണുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ന്യായമാണ്. ഒരു പൊതുപ്രവർത്തകൻ എവിടെയൊക്കെ പോകുമെന്നും ഏതൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അപ്പൊ ആരൊക്കെ വന്ന് പടം എടുക്കുമെന്നും നമുക്കൊന്നും അറിഞ്ഞിട്ടാവണമെന്നില്ല. അതാവാം, അദ്ദേഹത്തെ വിശ്വസിക്കുന്നതാണ് അതിന് സൗകര്യം. പക്ഷേ അദ്ദേഹം ഇന്ന് കാണിച്ച വേണ്ടാത്ത പണി എന്താണെന്നറിയോ? ഇദ്ദേഹം പിണറായി വിജയൻ നേരിട്ട് ഈ പോറ്റിയോടൊപ്പം, എന്ത് പോറ്റിയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന പടങ്ങളും വീഡിയോയും ഒക്കെ പുറത്തു വന്നാൽ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രതിപക്ഷം അത് പ്രചരിപ്പിക്കുമല്ലോ. അതെ, മാത്രമല്ല ഇതിന് ബദലായിട്ട് ഇടതുപക്ഷത്തിന്റെ സൈബർ ഗുണ്ടകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിട്ടില്ലേ? സോണിയാഗാന്ധിയുടെ ചിത്രം, അടൂർ പ്രകാശിന്റെ ചിത്രം, ആന്റണി, പ്രയാർ ഗോപാലകൃഷ്ണൻ വരെ. കോൺഗ്രസുമായി UDF-ഉമായിട്ട് ബന്ധമുള്ള ആരെയൊക്കെ കിട്ടുമോ അവരും പ്രചരിപ്പിക്കുമല്ലോ. ജനാധിപത്യ രാജ്യത്ത് അതിനെന്താ തെറ്റ്? രണ്ടു കൂട്ടരും പരസ്പരം പ്രചരിപ്പിക്കൂലേ? പക്ഷേ പിണറായി വിജയൻ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയോ അതിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയോ പ്രദർശിപ്പിക്കുമ്പോൾ മാത്രം എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നത്? അതാണ് ഇന്ന് പിണറായി വിജയൻ ചെയ്താൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വേണ്ടാത്തൊരു പണി. അതേപ്പോ എന്തായി ആ കേസിൽ? വിട്ടയച്ചോ? സുബ്രഹ്മണ്യനെ വിട്ടയച്ചില്ല, വിട്ടയക്കേണ്ടി വരും. ആ കേസ് എവിടെയും നിൽക്കുന്ന കേസല്ല. കേസിന്റെ വകുപ്പ് എന്താ? നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ നോക്കിയെന്ന്. എന്ത് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ? പിണറായി വിജയന്റെ കൂടെ ഒരു ഷെയ്ഡി ക്യാരക്ടർ, കുറ്റവാളിയായ ഒരാളുടെ ചിത്രം എന്നോ ഉള്ളതാവാം, എങ്കിലും അത് പിണറായി വിജയനുമായിട്ടും പോറ്റിക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തു എന്നത് എങ്ങനെ രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കിയ വകുപ്പുകൾ ചേർക്കുക? തെറ്റല്ലേ? അതാണ് പിണറായി വിജയൻ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. ഇപ്പൊ ഈ അവസ്ഥയിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ധന്യ ചോദിച്ച രണ്ടാമത്തെ കേസ് അതാണ്. രണ്ടാമത്തെ കേസ് എന്താണ്? ഈ മണിയാണോ ആ മണി? ന്യായമായ ചോദ്യമാണ്. പക്ഷെ ഇതിന് കാര്യം എന്താണെന്ന് അറിയാം? ഉത്തരം, മണി പവർ കൊണ്ട് ജീവിക്കുന്നവരാണ് അധോലോകം. അവർക്ക് ഒരു മണിയല്ല, പല മണികളുണ്ടാവും. ഒരുപാട് കാരണം ഇവർ ഈ പ്രോക്സി വാർ ഇവരുടെ രീതിയാണ്. പോലീസിനോട് പലപ്പോഴും ഏറ്റുമുട്ടുക യഥാർത്ഥ പ്രതികളല്ല, യഥാർത്ഥ ഡോണുകളല്ല ഏറ്റുമുട്ടുക. അവരുടെ തന്നെ പേരും രൂപമൊക്കെ ഉള്ള ആളുകൾ വരും. എന്നാൽ ഇയാളാണെന്ന് വിചാരിച്ച് പിടിച്ചു കൊണ്ടുപോയിക്കോളും. അപ്പോഴേക്കും ഇവർക്ക് പണി പൂർത്തിയാക്കുകയും ചെയ്യാം. അതതിൻ്റെ പണി. അപ്പോൾ അതുകൊണ്ട് മണി എന്ന് പേരുള്ള ഒരാൾ തന്നെ വേറെ ഒന്നോ രണ്ടോ ആളുകൾ യഥാർത്ഥ മണി വേറെ ഉണ്ടാവാം. അത് മണി അല്ലാത്ത പേരാവാം. അല്ലെങ്കിൽ ഇത് മണി എന്നാണ് എന്ന പേരിലേക്ക് ഇത് പറയാൻ അതും ഉണ്ടാവും കേട്ടോ. ഇതിന്റെയൊക്കെ ഒരു തിരക്കഥയുണ്ട്. അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു കേസ് പോലും പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ തോക്ക് ചൂണ്ടി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് റിസ്കി ജോബാണ്, ഏത് സമയത്തും പിടിക്കപ്പെടാം. പിടിക്കപ്പെട്ടാൽ നീ പറയേണ്ടത് ഇന്ന പേരാണ്, രക്ഷപ്പെടേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഏറ്റെടുക്കുമ്പോൾ പറയേണ്ടത് ഇങ്ങനെയാണ്, കുറ്റം ഏറ്റു പറയുമ്പോൾ പറയേണ്ടത് ഇങ്ങനെയാണ്, കൊന്നാലും പറയാൻ പാടില്ലാത്ത പേര് ഇന്ന പേരാണ്, അഥവാ അതെങ്ങാനും പറഞ്ഞാൽ അവരല്ല നിന്നെ കൊല്ലുക, ഞങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാണല്ലോ അധോലോകത്തിന്റെ രീതി. അതൊക്കെ ഇതിൽ നടന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ ഒരു കേസ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തല ഇടപെട്ടതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിന്റെ താല്പര്യം എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് ഈ കേസിന്റെ ഒരു മാനം വല്ലാതെ മാറി. ഈ കേസ് ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി മംഗലാപുരത്ത് കൊണ്ടുപോയി ഉരുക്കിയെടുത്തിട്ട് വിറ്റിട്ട് അതിന്റെ നക്കാപ്പിച്ച ഈ പോറ്റി വാങ്ങി എന്ന കേസിൽ നിൽക്കുന്നില്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് സ്വർണ്ണക്കടത്തല്ല, ആന്റിക് കടത്താണ്. ആന്റിക് മാർക്കറ്റ് ഇവിടെയൊന്നുമല്ല, ഇന്ത്യക്ക് പുറത്താണ്. അത് പോകുക പലപ്പോഴും അതിന്റെ എക്സ്ചേഞ്ച് സെന്റർ ദുബായിയാണ്. അതുകൊണ്ടാണ് ഈ ഡി വരുന്നത്. ഡി ഫോർ ദുബായി ആയാലും ദാവൂദ് ആയാലും ഒക്കെ ഈ ഡിമാരുടെ ഇടപാടുണ്ടാകും. അവർക്കറിയാം ഇത് എവിടെ കൊടുത്താലാണ് വലിയ വില കിട്ടുക. അതിനെക്കുറിച്ച് പറയുന്ന ഒരു തമാശ, ആന്റിക്കിനെ കുറിച്ച് പറയുന്ന ഒരു തമാശയല്ല, അതിൻ്റെ ഒരു ധാരണ ഇതാണ്. ഒരു പവൻ സ്വർണത്തിനാണ് പോറ്റി കട്ടതെങ്കിൽ 1,00,000 രൂപ കിട്ടുള്ളൂ. പക്ഷേ ആ ഒരു പവൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനോഹരമായ ഒരു കൊച്ചു വിഗ്രഹമാണ് വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ആന്റിക് മാർക്കറ്റിലെ വില 1 കോടിയാണ്. അതാണ് വ്യത്യാസം. ആന്റിക് മാർക്കറ്റിൽ അതുണ്ടാക്കിയ നിർമ്മിച്ച ലോഹത്തിനല്ല വില, അതിന്റെ രൂപശില്പത്തിനുമല്ല, അതിന്റെ ലേബർ ചാർജിനുമല്ല അതിന്റെ മൂല്യമുണ്ട്. അത് വളരെ വൈകാരികമായ മൂല്യമാണ്. ചിലർക്കൊക്കെ അത് ഭയങ്കര അന്ധവിശ്വാസത്തിന്റെ മൂല്യമുണ്ട്. ഒരു വിഗ്രഹം കൊണ്ട് കൊടുത്താൽ പറഞ്ഞ വില തരുന്ന എത്രയോ പേരുണ്ട് വലിയ സമ്പന്നന്മാരുടെ കുടുംബത്തിൽ. അപ്പോൾ അതാണ് അതിന്റെ മാർക്കറ്റ്. അപ്പോൾ ഇത് ആ വിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വർണ്ണക്കടത്ത് എന്ന നിലയിൽ നിന്ന് ആന്റിക് കടത്തിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ശബരിമലയിൽ നിന്ന് മംഗലാപുരം വരെ നീളുന്ന ഒരു കേസ് ദുബായ് വഴി ന്യൂയോർക്ക് വരെയൊക്കെ എത്തുന്ന തരത്തിലുള്ള കേസ് മാറിയിരിക്കുന്നത്. കാരണം ആന്റിക് മാർക്കറ്റ് പലപ്പോഴും അമേരിക്കയിലാകാം, യൂറോപ്പിലാകാം, അറബ് രാജ്യങ്ങളിലാകാം, ആഫ്രിക്കയിൽ പോലും ആകാം. അതാണ് അതിൻ്റെ ഒരു കാര്യം. വേറൊന്നുകൂടി വന്നിരിക്കുന്നു. ഇപ്പോൾ
ഇത് ശബരിമലയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം എന്താ? ശബരിമലയിൽ നിന്ന് നമ്മൾ ആദ്യം കേട്ട് ദ്വാരപാലക ശില്പങ്ങളെ കൊണ്ടുപോയി, വാതിൽപ്പാളി ചെമ്പുള്ളത് സ്വർണ്ണമാക്കാൻ കൊണ്ടുപോയി എന്നാണല്ലോ. ഇപ്പൊ കിട്ടുന്ന വിവരം എന്താ? പഞ്ചലോഹ വിഗ്രഹം തന്നെ കടത്തി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ സഹായികളെ അല്ല കൊണ്ടുപോയത്, സാക്ഷാൽ അയ്യപ്പനെ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് ചില്ലറ മോഷണമല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ലബലേശം ഇവരുടെ ഒന്നും മനസ്സിലില്ല. കാട്ടുകള്ളന്മാരായ ക്രിമിനലുകളാണ് ഇതിന് കാവൽ നിന്നതും. ഈ പറഞ്ഞ ദേവസ്വം ബോർഡും അവിടുത്തെ കണക്കെഴുത്തുകാരും സഹായികളും പോറ്റിമാരും കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ തന്ത്രിമാരും. അവർക്ക് എന്ത് വിശ്വാസമുണ്ട്? പണം മാത്രമാണ് അവരുടെ ദൈവം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. വേറൊരു കാര്യം കൂടി വന്നിരിക്കുന്നു, അതും കൂടി പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ലോബി, ഇപ്പൊ പഞ്ചലോഹ വിഗ്രഹങ്ങൾ മോഷ്ടിക്കുന്ന ഒരു ലോബി എൻ്റെയൊക്കെ തന്നെ ഓർമ്മയിൽ ഒരു 10 കൊല്ലം മുമ്പ് വരെ വളരെ സജീവമായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ വടക്കേ മലബാറിലൊക്കെ മലബാറിൽ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഈ 921 മലബാർ കലാപകാലത്തൊക്കെ ധാരാളം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ പലയിടത്തും കാട് പിടിച്ച് കിടക്കുക. അവിടെയൊക്കെ കുഴിച്ചും അല്ലാതെയും ഒക്കെ പൊടി പിടിച്ച് കിടക്കുന്ന, മണ്ണ് പിടിച്ച് കിടക്കുന്ന, മണ്ണ് അടിഞ്ഞു പോയ ധാരാളം പുരാതന വിഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് തേച്ച് മിനുക്കിയെടുത്താൽ കോടികളാണ് ഇവന്. എന്നിട്ട് അത്തരം പഞ്ചലോഹ വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെട്ട പലരും മുസ്ലിം കള്ളന്മാരാണ്. അവരൊക്കെ വെച്ചുകൊണ്ട് തന്നെ പടങ്ങളും വാർത്തകളും ഒക്കെ പോലീസ് കേസുകളൊക്കെ വന്നിരുന്നു. ഇപ്പൊ ഇടയ്ക്കെപ്പോഴോ വെച്ച് എന്തായിന്നറിയോ, ഇത്തരം റാക്കറ്റിന്റെ ഭാഗമായി നിൽക്കുന്നവർ എന്നും ഗവേഷണം നടത്തും. ഏറ്റവും ലേറ്റസ്റ്റ് കള്ളക്കടത്ത് എന്താ നല്ലത്? ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? ഇപ്പൊ മലബാറിലും മലപ്പുറത്തും ഒക്കെയുള്ള വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള കള്ളക്കടത്തുകാർ ഒരു കാലത്ത് അവർ സ്വർണം കടത്തിയിരുന്നു, പിന്നെ ഈ പറഞ്ഞ വിഗ്രഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ കടത്തുന്നത് എന്താണെന്നറിയോ? ഡ്രഗാണ്, മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ മോഷണം വളരെ നേരത്തെ തുടങ്ങിയെങ്കിൽ, അവർക്ക് എന്നും ഈ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വേണമെങ്കിൽ, അതിന് ഡിമാൻഡ് ഉണ്ടായിരുന്നുവെങ്കിൽ, അത് സ്വീകരിക്കാനുള്ള വലിയ റാക്കറ്റ് ഇവിടുന്ന് ദുബായ് വരെ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ശബരിമലയിൽ നിന്ന് മാത്രമാവില്ലല്ലോ പോയിട്ടുണ്ടാവുക. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും, ഏറ്റവും ചുരുങ്ങിയത് കേരളം ഇപ്പം നമ്മുടെ പരിധിയിലുള്ളൂ, അതുകൊണ്ട് പറയാം, പുറത്തുള്ളത് അതിനേക്കാളും ഭീകരമായിരിക്കും. തമിഴ്നാട്ടിലൊക്കെ ഇതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നത് സ്റ്റാലിന് ഇതിനൊക്കെ നേരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തമിഴ്നാട്ടിലെ വേറൊരു ഗുണമുള്ളത്, എല്ലാ ക്ഷേത്രങ്ങളും ലൈവാണ്, ആക്റ്റീവാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റിച്ചു പോരാനൊന്നും പറ്റില്ല, എളുപ്പമല്ല. പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങൾ മുഴുവനും അന്വേഷണം നടത്തേണ്ടതുണ്ട്. എത്ര വിഗ്രഹങ്ങൾ ഏതൊക്കെ കാലത്ത് പ്രതിഷ്ഠിച്ചത് കാണാതായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ എന്ന് അന്വേഷിക്കാനും കൂടി ഇത് ഒരു പ്രേരണയാണ് ഈ കേസിലെ പുതിയ വിവരങ്ങൾ. അതാണ് ഈ ശബരിമലയിലെ കേസിൽ വന്നിരിക്കുന്ന, ഇത് ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. ഗവൺമെൻറ്റുകൾ കാണട്ടെ, അന്വേഷണ ഏജൻസികൾ അവരുടെ അന്വേഷണം വിപുലമാക്കട്ടെ. SIT മതിയാവില്ല, ചിലപ്പോൾ കേന്ദ്ര ഏജൻസി വേണ്ടി വരും, CBI വേണ്ടി വരും ചിലപ്പോൾ. അതുമല്ലെങ്കിൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്റർപോൾ വരെയുള്ള ഏജൻസികൾ വേണ്ടി വരും. ആ തരത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ കേരളമാണ് ധന്യ. ഈ ഒരു കേസ് നമ്മളിങ്ങനെ മല പോലെ കൊണ്ടുവന്ന കേസ് ഏത് വഴിക്ക് പോയി എന്ന് പിന്നെ കാണൂല. ഏതെങ്കിലും ഇരുട്ടിന്റെ മറവിൽ ഇതൊക്കെ കോംപ്രമൈസ് ആയിട്ടും പോകാം. പുറത്തു വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അയ്യപ്പനെങ്കിലും പിന്തുണക്കുമെന്ന് വിചാരിക്കാം.